ഇസ്ലാമിക രാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് നിലപാട് വ്യക്തമാക്കിയത്. ഇസ്ലാമിക രാഷ്ട്രത്തെ വിമർശിക്കുന്നവർ അതിനെ പഠന വിധേയമാക്കണം. നബിയെ സ്നേഹിക്കുന്നവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഷഹീദ്, എന്തൊക്കെയാണ് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം ആവശ്യമാണ് എന്നതുമായി ബന്ധപ്പെടുത്തി? മോദി, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം, അവരുടെ അടിസ്ഥാന ആശയപരമായ ആ വാദം ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ, വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ള വാദമായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹം മുതിർന്ന നേതാവാണ്, നേരത്തെ അസിസ്റ്റന്റ് അമീറായിരുന്നു. അദ്ദേഹം ഇതിൻ്റെ ഈ പ്രസംഗം 2021 നടത്തിയതാണ്. അതായത് ഒരു വിശ്വാസിക്ക്, ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം. കാരണം ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരി നിയോഗിക്കുന്ന മതമേധാവികളുടെ നേതൃത്വത്തിലായിരിക്കണം ആരാധനാ കർമ്മങ്ങളൊക്കെ നടക്കേണ്ടത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് വലിയ വിമർശന വിധേയമായി. അതായത് ആ തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിനെ ഊന്നിക്കൊണ്ട് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പ്രസംഗിക്കും എന്നുള്ള വിമർശനം ശക്തമായപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കഴിഞ്ഞ ദിവസം ഒരു FB പോസ്റ്റിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ കഴിയുക, അതായത് തൻ്റെ ഈ പ്രസംഗത്തെ കൂടുതൽ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. അങ്ങനെ തള്ളിപ്പറയാൻ കഴിയുകയില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മേന്മകൾ, അതിൻ്റെ നേട്ടങ്ങൾ, അത് സമൂഹത്തിന് ചെയ്ത ഗുണങ്ങൾ അത് തിരിച്ചറിയാത്തവരാണ് അതിനെ വിമർശിക്കുന്നത്. അതിനെക്കുറിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ കുറിച്ചും പ്രവാചകന്റെ കാലത്ത് നടന്ന ഇസ്ലാമിക ഭരണത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ആളുകൾ ഇപ്പോൾ വിമർശിക്കുന്നവർ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന ആശയത്തെ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള നിലപാടിലേക്ക് അദ്ദേഹം ഇപ്പോഴും പോകുന്നു. അദ്ദേഹം മാത്രമല്ല, ഇത് സംഘടനയുടെ നിലപാടായി നമുക്ക് വേണം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അദ്ദേഹം അതിനെ വീണ്ടും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഊന്നിപ്പറയുകയും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണമൊക്കെ പറയുന്നതിലോടുകൂടി മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം തങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ആശയമാണ് എന്ന് അടിവരയിട്ട് പറയുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആ പ്രസംഗത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇടുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി ഈ പറയുന്ന രീതിയിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന ചില പ്രചരണങ്ങൾ അത് തെറ്റാണെന്ന് സംഘടനാ നേതാക്കന്മാർ തന്നെ അടിവരയിട്ട് പറയുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.